എടോ, ഒന്ന് വേഗം വേണം. മുഹൂർത്തത്തിന് ഇനി അധികം സമയമൊന്നുമില്ല. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? എന്തോ? എങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും മുങ്ങിയിട്ട് പെട്ടെന്ന് വന്ന് മണ്ഡപത്തിന്റെ പണി തീർന്നില്ലേ, ചെറുക്കനെ ഒരുക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അംബിക മേഡം എല്ലാം രാജു നോക്കിയും കണ്ടും ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? മഹാ ഉഴപ്പാണല്ലോ രാജു. സോറി, ഞാൻ മനഃപൂർവ്വമല്ല. അറിയാലോ എന്റെ തിരക്ക്. ഇന്നലെ മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതല്ലേ, മനഃപൂർവ്വം മാറി നിൽക്കുന്നൊന്നുമല്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. നടക്കട്ടെ. ഹലോ അളിയ. അളിയ, അളിയൻ പറഞ്ഞതുപോലെ ഞാൻ ദിവ്യയുടെ വീട്ടിൽ ചെന്ന് നോക്കി. എന്നിട്ട് ദിവ്യ സേഫാണോ? അളിയ, പ്രശ്നമാണ്. എന്തുപറ്റി അളിയ? അളിയ, ദിവ്യയുടെ വീട് തുറന്നു നടക്കുക, പക്ഷേ അകത്തും കാര്യമില്ല. അല്ല, അളിയ ഹൗസ് ഓണറെ കണ്ട് സംസാരിച്ചില്ലേ? സംസാരിച്ചളിയ. അവരിന്നലെ രാത്രിയാ ദിവ്യയും മുത്തശ്ശിയെ അവസാനമായിട്ട് കണ്ടത്. വീടിന്റെ വാതിലടച്ച് അവൾ എവിടെയൊക്കെ പോയെന്നും പറഞ്ഞ് ആ ഹൗസ് ഓണർ പെണ്ണുമുള്ള അവിടെ കിടന്ന് വലിയ ബഹളം വെച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് മാറി. ഓക്കെ, അളിയനൊരു കാര്യം ചെയ്യേ. അളിയന് ദിവ്യയുടെ അമ്മ താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ് ഞാൻ അയച്ചുതരാം. അളിയനൊന്ന് അവിടെ പോയി അന്വേഷിക്കേ. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ആ, ശരി. ഇതിവിടുന്ന് 17 കിലോമീറ്റർ ഉണ്ടല്ലോ. പോയി നോക്കാം. നിങ്ങക്ക് വേണ്ടത് ക്യാഷ് അല്ലേ? അതിനല്ലേ നിങ്ങളിങ്ങനെ മനസാക്ഷി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം. എന്നൊന്ന് അഴിച്ചുവിടൂ. ഞാൻ പറയുന്ന സത്യമാ. നിങ്ങക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങക്ക് എത്ര വലിയ തുക വേണമെങ്കിലും ചോദിക്കാം, ഞാനത് തന്നിരിക്കും. എനിക്ക് ആവശ്യമുള്ള ക്യാഷൊക്കെ ഞാൻ അംബിക മഠത്തിൻ്റെ വാങ്ങിയിട്ടുണ്ട്. എനിക്കത് മതി. അംബിക തന്നതിന്റെ എത്ര ഇരട്ടി വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കെട്ടൊന്ന് അഴിച്ചുവിട്. എനിക്ക് ക്യാഷ് മാത്രം പോരാ, കഴുത്തിന് മുകളിലേ തല കൂടെ വേണം. നിങ്ങൾ എന്നെ വെട്ടിച്ചുവിടുന്ന് പോയാലേ പിന്നെ എന്റെ തല ദീപകിന്റെ കയ്യിലിരിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ ഇരിക്കും. ഇല്ലെങ്കിലേ വായിൽ ഞാൻ തുണി തിരികേറ്റും. അകലേ